ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. നമുക്ക് പിന്നെയും കണ്ട ദൈവത്തെ സ്തുതിക്കുവാൻ ആമേൻ. ദൈവം നമുക്ക് നല്ല അവസരം തന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യണമെന്ന്. ഓക്കെ. അപ്പോൾ അതിന് നല്ല അവസരത്തെ ദൈവം ഒരുക്കി തന്നു. ആമേൻ. കർത്താവിൻ്റെ നാമത്തിന് നന്ദി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശു വീണ്ടും വരുമോ എന്നുള്ളതായ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. യേശു വീണ്ടും വരുമോ പാസ്റ്റർ? പലരുടെയും ചോദ്യം അതാണല്ലോ, യേശു വീണ്ടും വരുമോ? അല്ല, വേദപുസ്തകത്തിൻ്റെ കാതലായ ഭാഗം യേശു രണ്ടാമതും വരുമെന്നുള്ളതാണ്. അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്തിൻ്റെ പകുതിയോളം ആളുകൾ ക്രിസ്തയേശുവിനെ വിശ്വസിക്കുന്നതിന് കാരണം. ഓക്കെ. ഈ ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ടല്ലോ. അവർക്കൊന്നുമില്ലാത്ത ഒരു കാര്യം നമുക്കുള്ളത്, നമ്മൾ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും, നമ്മൾ ജീവനോടെ പിന്നെ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവ് തന്നെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ക്രിസ്തുവിനോട് എടുക്കപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതെ അതെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്രയും കഷ്ടവും ത്യാഗവും സഹിച്ച് ലോകത്തിൽ ഏകദേശം ഇപ്പോൾ തന്നെ കണക്ക് നോക്കുമ്പോൾ 19 കോടിയോളം ജനങ്ങൾ രക്തസാക്ഷികൾ പോലും ആയിരിക്കുന്നു. അതെ. അപ്പോൾ അവർക്കൊരു പ്രത്യാശയില്ലെങ്കിൽ പിന്നെ അത് ചെയ്യാൻ മെനക്കെടുവോ? പക്ഷെ ഒരു കാര്യമുണ്ട്, 2025 വർഷമായി. അന്ന് മുതലേ വിളിച്ചു പറയുന്ന ഒരു സുവിശേഷമാണ് യേശു ക്രിസ്തു രണ്ടാമതും വരുമെന്ന്. പക്ഷെ അത് വരുമോ? ഇതുവരെ ആയിട്ടും നാളെ വരും, ഇന്ന് വരുമെന്ന് ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്നു. പക്ഷെ ഇതുവരെ നടന്നില്ല. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇപ്പോൾ സംശയം. എൻ്റെ സഹോദരൻ്റെ ഒരു പ്രധാന ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇപ്പോൾ ഈ 2000 വർഷം കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ചിലരുടെയൊക്കെ പ്രസംഗങ്ങൾ തന്നെ മതിയാക്കി ഇതുപോലെ തോന്നി. കാര്യം യേശു ഇനി വീണ്ടും വരും ഇന്ന് തുടർന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ ഇതെന്താകി തീരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വചനമാണ് നമുക്ക് ആധാരമായിട്ടുള്ളത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലെ യേശു തന്നെയും ദൂതന്മാരും പറഞ്ഞതായ കാര്യങ്ങളെ മാത്രം നോക്കിയാൽ മതി. യേശുവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണോ അതോ യേശു വന്നോ എന്നൊക്കെ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും. പലരും വന്നു, ഞാൻ ഈ കർത്താവ് ഇപ്പോൾ വരും, അതെ, ഇന്നാണ്ടിൽ വരും, 1998 വരും, 65 വരും, 2000 പൂർത്തിയാകുമ്പോൾ വരുമെന്ന് ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിച്ചിരുന്നു. പക്ഷേ യേശു വന്നില്ല. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വ്യാഖ്യാനങ്ങളാണ്. ശരിയാണ്. പക്ഷേ ബൈബിളിൽ യേശു ഒരിക്കൽ പറഞ്ഞു, ശിഷ്യന്മാർ ചോദിച്ചു നിന്റെ വരവിൻ്റെ അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിൽ മരിക്കാതെ ചിലവർ ഉണ്ടാവും, നിങ്ങൾ എന്നെ കാണുന്നവരുണ്ടാവും എന്നൊരു വാക്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അന്ന് തന്നെ യേശു വന്നിട്ട് പോയെന്നുള്ളതാണ് ആൾക്കാരുടെ സംസാരം. ആ വിഷയം അതും ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ്. അത് യേശുവിൻ്റെ അവിടെ തേജസ്കരണമല്ല, മറുരൂപ മലയിൽ വെച്ചാണ് അത്. ആ അധ്യായം നമ്മൾ അങ്ങനെ വായിച്ചു നോക്കണം. ആ അധ്യായം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ കർത്താവിൻ്റെ വരവ് എന്ന് പറയുമ്പോൾ മോശ, ഏലിയാവ് ഇത്യാദി ആളുകളുള്ള സ്ഥലമാണ്. അത് പ്രത്യക്ഷമാകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് മനസ്സിലായത് യേശു രണ്ടാമതും വരും എന്നുള്ളതാണ്. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അതെ, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതുപോലെ തന്നെ ഇല്ല, നമുക്ക് ഇന്നും നമ്മൾ ആ പ്രസംഗത്തിലും വ്യാഖ്യാനത്തിലും നമ്മൾ ഈ മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്,
അവിടെയും കർത്താവിൻ്റെ വരവ് അവരോട് ചോദിച്ചു, അതെ അതെ. എങ്ങനെയാണ് യേശുവെ കർത്താവെ നീ വരുമ്പോൾ എന്തൊക്കെയാണ് അടയാളങ്ങൾ, ലക്ഷണം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞതായി ഞാനിവിടെ മനസ്സിലാക്കുന്നതായ 2 പ്രധാന കാര്യങ്ങളുണ്ട്. പോയതുപോലെ തന്നെ കർത്താവ് വീണ്ടും വരും. അതായത് ഒലിവ് മലയിൽ കാലുകളെ ചവിട്ടിയാണല്ലോ യേശു പോയത്. അതെ അതെ. ആ യേശു അതുപോലെ തന്നെ ഒലിവ് മലയിൽ വരും എന്നുള്ളതായ വിശ്വാസം മാത്രമല്ല, നമ്മൾ ഒലിവ് മല 2ആയിട്ട് വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശാസ്ത്രീയമായ തെളിവുകളോടുകൂടെ നമ്മൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു മനസ്സിലാക്കുന്ന ഇന്ന്. പിന്നെ നമ്മൾ ഈ ശാസ്ത്രം പുരോഗമിച്ചതോടുകൂടെ ഈ ബൈബിളിൻ്റെ വിശ്വാസ്യതയും വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. കാരണം ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സംഭവങ്ങൾ ഈറ്റുനോവിൻ്റെ നോവ് പോലെയാണെന്നും, അപ്പോൾ പ്രസവം നാളെ നടക്കില്ല, ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 9 മാസവും കഴിഞ്ഞിട്ടായിരിക്കാം പ്രസവം നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഈറ്റുനാവ് ആ സ്ത്രീ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഭൂമി അത് അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. യേശുക്രിസ്തു എന്തായാലും 2ാമത് വരും, നിശ്ചയമായും വരും, നിശ്ചയമായും, അതിനൊരു തർക്കവുമില്ല. ഇത് നോക്കൂ, 8 പ്രവൃത്തി 1:8 പറയുന്നത്, പിതാവ് തൻ്റെ അധികാരത്തിലുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ അത് നമ്മൾ നോക്കണ്ട. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യം സുവിശേഷം പറയുക, ലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളായി തീരുക. അങ്ങനെ ചെയ്താൽ ഈ നോഗയുടെ കാലത്തൊക്കെ സംഭവിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ഇതാണ്. പ്രസംഗിച്ചുകൊണ്ട് നടന്നു അയാൾ, നോഗ പ്രസംഗിച്ചുകൊണ്ട് നടന്നു, പക്ഷേ ആരും മാനസാന്തരപ്പെട്ടില്ല. ഇന്നും ആ സ്ഥിതി തന്നെ, മാനസാന്തരപ്പെടുന്നത്. പ്രസംഗിക്കുന്നവരോടുള്ള ചോദ്യം ഇതാണല്ലോ, നിങ്ങളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കുന്നു, യേശു ഇന്ന് വരും നാളെ വരുമെന്ന്, പക്ഷെ നിങ്ങൾ വലിയ കൊട്ടാരങ്ങളും വീടുകളും വലിയ കാറുകളും എടുത്ത് നിങ്ങളിങ്ങനെ നടക്കുന്നു, മക്കൾക്ക് വേണ്ടി കരുതുന്നു. അപ്പോൾ ഇതിലെന്താണ് സത്യാവസ്ഥ എന്ന് അറിഞ്ഞില്ല. കാരണം പറയുന്നതും പ്രവർത്തിക്കുന്നതും 2ആയിട്ട് വരുന്നു. ഇല്ല 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 കാര്യം നമ്മൾ വിറ്റും തിന്നും കുടിച്ചും നട്ടുമൊക്കെ തന്നെ പോകും, അല്ലാതെ മതിയാകരുതെന്നല്ല പറഞ്ഞത്. ഇവിടെ മഴ പെയ്യുന്നിടത്തോളം കാലം വിതയും കൊയ്ത്തും ഉണ്ടാകും. അപ്പം മഴ പെയ്യിപ്പിക്കുന്നത് ദൈവം എന്നാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ അത് ഉള്ളിടത്തോളം കാലം നമ്മൾ പിന്നെ കൃഷി ചെയ്തേ ഒക്കൂ. അപ്പോൾ ദൈവം തന്നെ അതിനൊരു കാരണക്കാരൻ. നമുക്ക് മഴ തരുന്നു, സൂര്യനെ തരുന്നു. അങ്ങനെ നമ്മൾ അതിൽ പിന്നെ ആശ്രയിക്കുക മാത്രമല്ല, ഇന്നത്തെ ശാസ്ത്രീയമായ പുരോഗതികളെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ വരവ് അടുത്തടുത്ത് വരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ പാറശാലയിൽ നിന്ന് വെച്ചുള്ളൂ, പാറശാലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്ര പോകുന്നു. അപ്പോൾ നമുക്ക് ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ കാണാം. അപ്പോൾ വഴി അറിയാത്ത ഒരാൾ പറഞ്ഞു തരികയാണ്, നീ ഇതൊക്കെ കാണും. അപ്പോൾ ചിലപ്പോൾ ഒക്കെ നമ്മൾ അവിടെ നേരിട്ട് ചെല്ലുമ്പോൾ അവിടെ വലിയ കൂട്ടമുണ്ട്, അപ്പോൾ അത് തന്നെ തിരുവനന്തപുരം ഒന്ന് നമ്മൾ സംശയിക്കാം. പിന്നെ അടുത്ത് പാലക്കാട് പോകുന്നു, അപ്പോൾ അതിനേക്കാൾ വലിയ കൂട്ടം. അപ്പോൾ പറഞ്ഞു ഇത് തന്നെ ആയിരിക്കാം. പക്ഷെ പിന്നെയും അങ്ങ് കിടക്കുകയല്ലേ തിരുവനന്തപുരം വരെ. അപ്പോൾ അതുവരെ നമ്മൾ എത്തുന്നത് വരെ നോക്കിയിരിക്കേണ്ടത് തന്നെ, വെയിറ്റ് ചെയ്യുക തന്നെ. അത് യേശു ഉപമയിലൂടെ പറഞ്ഞു, 10 കന്യകമാരുടെ ഉപമയിൽ. അതിപ്പോൾ ബ്രദറിന് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ബ്രദർ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണത്. എന്നാലും പ്രസംഗിക്കുന്നവർക്ക് ഇതൊരു ആൾക്കാരിൽ നിന്നുള്ള ചോദ്യം. അവർ എത്രയെന്ന് പറഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പോൾ വലിയ വലിയ പ്രാസംഗികന്മാർ പോലും വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത് വാസ്തവം തന്നെയാണ്, നമ്മൾ 100% ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ. അതായത് വിശ്വാസത്യാഗം സംഭവിക്കും. അത് ഭക്തന്മാരെ പോലും അത് എഫക്റ്റ് ചെയ്യും, ബാധിക്കും. അവരും ചിലപ്പോൾ ഇടറി
വീഴും എന്ന് തന്നെയാണ് കർത്താവും പറഞ്ഞത്. അങ്ങനെ അല്ല വീഴില്ല, എല്ലാവരും അങ്ങനെ നിൽക്കും, എല്ലാവർക്കും സന്തോഷമാണ് എന്നൊന്നും പറഞ്ഞില്ല. കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം നിങ്ങൾക്കും ഉണ്ടാകും. എന്നെ സന്തോഷിപ്പിച്ചതായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും. അപ്പോൾ ഇതുവരെ സാക്ഷികളായില്ലല്ലോ. സാക്ഷികൾ ആയില്ല, ആയിക്കൊണ്ടിരിക്കുന്നു, എല്ലാം ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആയതിനു ശേഷം നമ്മൾ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചാൽ എന്ത് കർത്താവ് എന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു എന്തുകൊണ്ട് വിലയുണ്ട്. അല്ലാതെ കർത്താവ് പറഞ്ഞത് കേൾക്കാതെ കർത്താവ് എഴുതി വന്നില്ലല്ലോ എന്ന് പറയുന്നത് അർത്ഥമില്ലാത്തതാണ്. അതിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം എൻ്റെ അനുഭവത്തിൽ നിന്ന്. ഇപ്പോൾ ഈ സദ്ദാം ഹുസൈനുമായിട്ടുള്ള ഇറാഖിൻ്റെ യുദ്ധം നടന്നപ്പോൾ ചില സഹോദരങ്ങൾ പുസ്തകങ്ങൾ വരെ അഴിച്ചടിച്ചിറക്കി. അന്ന് നമ്മൾ കാണാത്ത വെപ്പൺസ് അന്ന് നമ്മൾ കണ്ടു. സ്കഡ് മിസൈൽസ്, പിന്നെ അന്ന് കാണാത്ത ഒരുപാട് ആയുധങ്ങൾ നമ്മൾ അന്ന് കണ്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു, ശരിയാണ്. പക്ഷെ പിന്നെയും കിടക്കുന്നില്ല, അതിനേക്കാൾ വൻപന്മാർ വരുന്നതായ സ്ഥിതി. നമ്മളിപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ എന്തോ അല്ലേ, എന്തോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആയുധങ്ങളെല്ലാം അവർ കൂട്ടിവെച്ചിരിക്കുന്നു. അപ്പോൾ യേശു, അതായത് യേശു പറഞ്ഞു ഒരിക്കൽ കള്ളനെ പോലെ ഞാൻ വരും, കള്ളനെ പോലെ വരും എന്ന്. അപ്പോൾ അത് കള്ളനെ പോലെ തന്നെ വരും, രഹസ്യത്തിൽ വരും എന്നുള്ളതാണ്. അതെ, യേശുവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് നിശ്ചയമായിട്ടും ഒന്നുണ്ടാകും. അപ്പോൾ ഈ മരിച്ചവരുടെ ഉയർപ്പെന്ന് പറഞ്ഞാൽ അത് ഈ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു. എന്താണ്, വിത്ത് വിതയ്ക്കുന്നതിനോട് ആണ് ഈ മരിച്ചവരുടെ ഉയർപ്പെന്ന്. ലേഖനത്തിൽ പറയുന്നത്. അതെ, നമ്മൾ ഒരു വിത്ത് വിതയ്ക്കുന്നില്ലെങ്കിൽ അത് ചത്തിട്ട് അത് അങ്ങനെയല്ല ഇരിക്കും. പക്ഷെ അത് ചത്തുപോയാൽ പിന്നെയും അതിൽ നിന്ന് തെളിർപ്പുണ്ടാകും, പുതിയ നാമ്പുകൾ ഉടലെടുത്ത് വരും എന്ന് തന്നെ യേശു പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് വിതയ്ക്കുന്നു, കുറച്ച് ദിവസം കാത്തിരിക്കാം. 2025 വർഷം കാത്തിരുന്നു. ഇനിയും 2021 വർഷം എന്ന് പറയുന്നത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യാഖ്യാനമാണ്. 2 ദിവസം പോലെയല്ലേ ഉള്ളൂ. ദൈവത്തിൻ്റെ മുൻപിൽ പിന്നെ പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1000 വർഷം ഒരു ദിവസം പോലെയും, ഇന്നത്തേക്ക് എത്രയോ വർഷത്തേക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ 2 ദിവസമല്ലേ ആയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നമ്മളിവിടെ കിടന്നിട്ട് വെപ്രാളപ്പെട്ട പ്രസവിക്കാറാകട്ടെ. അപ്പോൾ ഇത് ഈ വാക്യം കണ്ടുകൊണ്ടായിരിക്കും ചിലർ അത്യാഗ്രഹം കൊണ്ട് പൈസ സമ്പാദിക്കുന്നതും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും യേശുവിന് ഇനി വരില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. അങ്ങനെ ആയിരിക്കുമോ? യേശു 2 ദിവസമല്ലേ ആയുള്ളൂ, 1000 വർഷം സംബന്ധിച്ച് 2 ദിവസമേ ആയുള്ളൂ. ഇനിയും അങ്ങോട്ട് ദിവസങ്ങൾ കിടക്കുന്നല്ലോ എന്നുള്ള ചിന്തയിലാണോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഇപ്പോൾ തന്നെ കഞ്ചാവ് മയക്കുമരുന്നിലൊക്കെ അടിമപ്പെട്ട് അനേകരെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇനിയും വർഷങ്ങൾ ഞങ്ങൾ ജീവിക്കും, യേശു വരാൻ ലേറ്റാകും എന്നൊക്കെ ചിന്തകളാണോ അവരെയൊക്കെ? അങ്ങനെ അല്ല ബ്രദർ, എൻ്റെ വിശ്വാസവും എൻ്റെ പഠിക്കലനുസരിച്ച് ഇത് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഏതേൻ തോട്ടം മുതലേ കൊലയും കൊള്ളിവെപ്പും തീർച്ചയായിട്ടും ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും ബൈബിൾ നോക്കുമ്പോൾ അത് കാണാം. അത് കാണാം. അത് ഇനിയും അങ്ങനെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും. ഇതിനൊന്നും നമ്മൾ ഭ്രമിച്ചു പോകേണ്ടതോ അപ്പോൾ സന്തോഷിക്കേണ്ടതായ ഒരു കാര്യമില്ല. പിന്നെ ദൂതന്മാർ പറഞ്ഞു നമുക്കൊരു ഉറപ്പിന് വേണ്ടി പോയതുപോലെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ദൂതന്മാർ പറഞ്ഞ പല കാര്യങ്ങളാണല്ലോ ബൈബിളിൽ യാഥാർത്ഥ്യമായി സംഭവിച്ചത്. പിന്നെ പരിശുദ്ധാത്മാവും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാലസമ്പൂർണതയിൽ യേശു മനുഷ്യൻ്റെ പുത്രനായിട്ട് വന്നു. അവിടെയൊക്കെ ചോദ്യങ്ങളുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചോദിക്കാം. മനുഷ്യനെന്നുള്ള നിലയിൽ ചിന്താശക്തിയുള്ളവനാണ്, എന്ത് വേണമെങ്കിലും ചോദിക്കാം, വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ നമുക്കുണ്ടല്ലോ, സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ
അതുകൊണ്ട് ചോദിക്കുന്നവർക്ക് ചോദിക്കാം, മനസ്സിലാക്കുന്നവരും ഗ്രഹിക്കുന്നവരും. അതായത് ഈ പറഞ്ഞതുപോലെ എല്ലാവരും കൊല്ലുന്നില്ല, എല്ലാവരും മരിക്കുന്നില്ല, എല്ലാവർക്കും പണസമ്പാദന എന്ന് പറഞ്ഞാൽ അതൊരു ഹരമായി തോന്നുന്നില്ല. ഇപ്പോൾ സഹോദരൻ ചോദിച്ചത് ചിലപ്പോൾ ഇപ്പോൾ പാസ്റ്റർമാരും കൂടെ ഈ ജോലി തുടങ്ങിയല്ലോ എന്നിട്ടായിരിക്കുമോ? അല്ല, അങ്ങനെ ഒരു വിശ്വാസം. 2 ദിവസമല്ലേ ആയുള്ളൂ, 2000 വർഷം എന്ന് പറഞ്ഞാൽ 2 ദിവസം. അപ്പം ഇനിയും ദിവസങ്ങളെടുക്കും എന്നുള്ള ചിന്തയിലാണോ? ഇല്ല. ഈ ധനസമ്പാദനം എന്നൊക്കെ പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയ കാഠിന്യപ്പെട്ടിട്ട് ഇപ്പോൾ 1,00,000 രൂപയ്ക്ക് വേണ്ടി ഒരുത്തനെ കൊല്ലുന്നു. അവൻ വിചാരിക്കുന്നത് ഞാനിനി കുറേ കാലം ജീവിച്ചിരിക്കും, സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ സംഭവിക്കുന്നില്ല. ചിലപ്പോൾ അവൻ പോണ പോക്കിലായിരിക്കും വേറൊരുത്തൻ അവനെ തട്ടുന്നത്. ഈ മനുഷ്യൻ്റെ ചിന്താഗതി, മനുഷ്യൻ്റെ ചിന്താഗതിക്ക് മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഇനി യേശു വന്നതിന് ശേഷം തന്നെ ആ ചിന്താഗതിക്ക് മാറ്റം വരികയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ആയിരിക്കാം തീർച്ചയായിട്ടും. അന്ന് സാത്താനെ പിടിച്ച് കെട്ടി ബന്ധിച്ചിടുമ്പോൾ പിന്നെ സാത്താൻ്റെ ബ്രദറെ നമുക്കിപ്പോൾ ഈ അല്പസമയം കൊണ്ട് ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് തീരുമില്ല. അപ്പോൾ ആദ്യം മുതലേ അവർ ഈ യേശു പറഞ്ഞത് അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, കൈക്ക് വേണ്ടി വാങ്ങുന്നവൻ വാങ്ങിക്കരുത്, എന്നാലും വാങ്ങിക്കോട്ടെ, അവൻ്റെ വാങ്ങിച്ചോ. പക്ഷെ ഒരു ദിവസം നിന്നോട് അത് കണക്ക് ചോദിക്കും. അതുകൊണ്ട് നീ വാങ്ങരുതെന്ന് തന്നെ പറയുന്നത്. പക്ഷെ വാങ്ങുന്നതിനോട് വാങ്ങരുത് ദൈവം തന്നെ പറഞ്ഞാലും ദൈവം തമ്മിലും പറഞ്ഞാലും കേൾക്കൂ. അത് കേൾക്കില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞതുപോലെ ശീലിച്ചത്. അതെ. ഇപ്പോൾ അധ്വാനിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ മോട്ടിക്കാൻ പോകില്ല. അവർക്ക് അധ്വാനിച്ചതേ വേണ്ടൂ. തീർച്ചയായിട്ടും. പക്ഷേ അല്ലാത്തവൻ മോട്ടിക്കുന്നവൻ ഇതായി അടുത്ത് നമ്മൾ ഇവിടെ വെള്ളണ്ടയിൽ ഒരു സഹോദരൻ മോഷ്ടിച്ചിട്ട് ഞാനൊരു പാസ്റ്റാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. എന്ന് പറയുന്നു. അപ്പം ഇതുപോലെ അയാൾക്ക് ഒരു അങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കാണും എന്തൊരു മാർഗമാണ്. അപ്പോഴയാൾക്ക് പിടികിട്ടിയത് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം, പ്രാർത്ഥിച്ച് മാല പിടിച്ചോണ്ട് വേണം. മാല. അയാൾ പണ്ടേ അങ്ങനെയുള്ള ഇതായിരുന്നു, പണ്ടേ ഉണ്ട്, വാർത്തകൾ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഈ ലോകത്തിൽ ഇനിയും ഒരുപാട് സംഭവങ്ങൾ കേൾക്കും, വരും, നമ്മൾ അറിയും. അതുകൊണ്ട് നാളെ യേശു വന്നുകൂടുന്നില്ല. ഇന്ന് നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ കർത്താവിൻ്റെ വരവായാൽ അതും സംഭവിക്കാം. അത് നമുക്ക് അറിഞ്ഞുകൂടാത്തത് അറിയാമെന്ന് പറയാൻ പാടില്ലല്ലോ, അല്ലേ? ദൈവത്തിൻ്റെ കാര്യം അവിടെ ബൈബിള് പറയുന്ന പോലെ തീർച്ചയായിട്ടും അത് കർത്താവ് തന്നെയാണ് അറിയുന്നത്. ആ അറിവിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടി നിങ്ങൾ സുവിശേഷം ലോകത്തിലൊക്കെയും പോയി അറിയിക്കുക. പാസ്റ്ററുടെ അഭിപ്രായം എന്ന് പറയുന്നത് യേശു രണ്ടാമത് വരും, നമ്മൾ ഒരുങ്ങി തന്നെ ഇരിക്കണം, തിടുക്കത്തോടുകൂടെ ഒരുങ്ങി തയ്യാറായിരിക്കുക എന്നുള്ളത്. ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് പുറപ്പെടാൻ സമയപ്പോൾ തിടുക്കത്തോട് പുറപ്പെട്ടതുപോലെ നമ്മളും ബി റെഡി ആയിരിക്കുക എപ്പോഴും. യേശുക്രിസ്തു മധ്യാകാശത്തിൽ ആകാശത്തിൽ വരും. തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് പോകാനായിട്ട് വചനപ്രകാരം ഒരുങ്ങി തയ്യാറായിരിക്കുക എന്ന് തന്നെയാണ് പാസ്റ്ററിൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ബൈബിളിൽ പറയുന്ന അഭിപ്രായത്തിനപ്പുറത്ത് നമുക്കൊരു അഭിപ്രായം പറയാനില്ല. പിന്നെ സഹോദരൻ പറഞ്ഞതുപോലെ ആളുകളിങ്ങനെ പലതും പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് വിജയകരമായി ജീവിപ്പാൻ നമുക്ക് കൃപ തരുമാറാകട്ടെ. നമുക്ക് യേശുവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ള പഠനം എന്നുള്ള നിലയിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സർവ്വവല്ലഭനായ ദൈവമേ, ഞങ്ങൾക്ക് നല്ല അവസരത്തിനായി സ്തോത്രം. ഒരു ദൈവമേ പ്രത്യേക വിഷയമെന്നോണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ദൈവമേ സ്തോത്രം ഞങ്ങൾക്കും വളരെ അനുഗ്രഹപ്രദമാക്കി തരണം. ദൈവമേ ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ കൃപ ചെയ്യണം. യേശുനാമത്തിൽ പിതാവേ, ആമേൻ.
ഓക്കെ, പ്രൈസ് ലോർഡ്. പ്രൈസ്